നമ്മുടെ ബിസിനസ് എൻവയോൺമെൻറ്റ് നോക്കി, അഡ്വാൻറ്റേജസ് നോക്കി, ഫീച്ചേഴ്സ് നോക്കി, ടൈപ്സ് അല്ലെങ്കിൽ ഡയമെൻഷൻസ് നോക്കി. ഇപ്പോൾ നമ്മൾ കുറച്ച് ബിസിനസ്സിൽ നിന്ന് വിട്ടിട്ട് കുറച്ച് ഇന്ത്യൻ എക്കോണമിയുടെ അല്ലെങ്കിൽ നമ്മുടെ എക്കണോമിക്സിലൂടെ പഠിക്കാം നോക്കാം. നമ്മൾ ഇന്ത്യൻ എക്കോണമി കുറച്ച് ഒരു 2-3 GK നമുക്ക് നോക്കാം. നിങ്ങൾക്കറിയോ ഈ ന്യൂ എക്കണോമിക് പോളിസി, പുത്തൻ സാമ്പത്തിക നയം അല്ലെങ്കിൽ പുത്തൻ സാമ്പത്തിക ശാസ്ത്രം എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ന്യൂ എക്കണോമിക് പോളിസി എന്ന ടേം നിങ്ങൾ കേട്ടിട്ടുണ്ട്. എന്താണ് ന്യൂ എക്കണോമിക് പോളിസി അല്ലെങ്കിൽ എങ്ങനെയാണ് ന്യൂ എക്കണോമിക് പോളിസി എന്ന കോൺസെപ്റ്റ് ഇന്ത്യയിൽ വരാൻ കാരണം അറിയോ? ഏകദേശം ഒരു ഡിക്കാഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യ ഭരിക്കുന്ന ഇന്റർനാഷണൽ കോൺഗ്രസ് ആണ്. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. BJP ഇപ്പോൾ കുറച്ച് കണ്ടിന്യൂസ് ഇടയ്ക്ക് ഒരു അടൽ ബിഹാരി വാജ്പേയി ടൈം 1999 മുതൽ കുറച്ചും പിന്നെ തൊട്ട് മുന്നേ 1 year ഒക്കെ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഇപ്പോഴാണ് കണ്ടിന്യൂസ് 10 വർഷം BJP ഗവൺമെൻറ് ഇന്ത്യ ഭരിക്കുന്നത്. അതിന് മുന്നേ ആരായിരുന്നു? ഇന്റർനാഷണൽ കോൺഗ്രസ്. ഇന്ത്യ ഭരിച്ചിരുന്ന ആരാണ്? കോൺഗ്രസിൻ്റെ കയ്യിലായിരുന്നു ഇന്ത്യ എന്ന് പറയുന്നത്. 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമ്മൾ ഒരുപാട് ക്രൈസിസ് ഫേസ് ചെയ്തു, ഒരുപാട് ഇഷ്യൂസ് ഫേസ് ചെയ്തു. കാരണം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യ ബേസിക്കലി 0 ആയിരുന്നു. ഇന്ത്യയിലുള്ള എല്ലാ വെൽത്തും ഇന്ത്യ ഏകദേശം മാക്സിമം കൊള്ളയടിക്കാൻ പറ്റുന്ന രീതിയിൽ കൊള്ളയടിച്ചിട്ടാണ് ആര് പോയെ? ബ്രിട്ടീഷുകാർ പോയെ. അതിനുശേഷം ഇന്ത്യ വെറും 0 ബേസിൽ നിന്ന് തന്നെയാണ് ഇന്ത്യ സ്റ്റാർട്ട് ചെയ്യുന്നത് 1947. അതിൽ നിന്ന് ഒരുപാട് നിങ്ങൾ കഴിഞ്ഞ വർഷം എക്കണോമിക്സ് 5 year പ്ലാനിങ്ങിൽ പഠിച്ചിട്ടുണ്ട്. ഏത് ഗ്രീൻ റവല്യൂഷനും അതിനുശേഷം ഈ ബാങ്ക് നാഷണലൈസ് ചെയ്ത കാര്യങ്ങളും കുറേ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വിടാം. നമുക്ക് അപ് ടു 1991 വരാം. 1991 പുതിയൊരു പോളിസി ഫോം ചെയ്തു. ന്യൂ എക്കണോമിക് പോളിസി എന്ന് പറഞ്ഞ് നമ്മുടെ ഫിനാൻഷ്യൽ മിനിസ്റ്റർ ആയിരുന്ന മൻമോഹൻ സിംഗ്, അതായത് എക്സ് പ്രൈം മിനിസ്റ്ററും ആ സമയത്ത് അദ്ദേഹം 1991 സമയത്ത് ആരായിരുന്നു? ഇന്ത്യൻ ഫിനാൻഷ്യൽ മിനിസ്റ്റർ ആയിരുന്നു. ആ സമയത്ത് പ്രൈം മിനിസ്റ്റർ PV നരസിംഹ റാവു ആയിരുന്നു. ആ സമയത്ത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത്. ഈ മൻമോഹൻ സിംഗ് ആ സമയത്ത് ഫിനാൻഷ്യൽ മിനിസ്റ്റർ ആയിരുന്നു. ഈ 1991 പീരീഡിൽ 90s ഏകദേശം 89-90 സമയങ്ങളിൽ ഇന്ത്യ ഒരുപാട് ക്രൈസിസ് ഫേസ് ചെയ്തു. അതായത് ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ കാര്യത്തിൽ എല്ലാ രാജ്യത്തും വിദേശ നാണയങ്ങളാണ് ഫോറിൻ എക്സ്ചേഞ്ചിൽ ഫോറിൻ കറൻസി എന്ന് പറയുന്നത്. വിദേശ കറൻസിയുടെ ഒരു സ്റ്റോറേജ് ഉണ്ടായിരിക്കും. ആ ഒരു കറൻസി ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എനിക്ക് സാധനങ്ങൾ വാങ്ങാൻ പറ്റുള്ളൂ, എനിക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് എനിക്ക് സാധനങ്ങൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? എനിക്ക് ഫോറിൻ കറൻസി വേണം. എനിക്കിപ്പോൾ അമേരിക്കയിൽ നിന്ന് പ്രോഡക്റ്റുകൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ അമേരിക്കൻ കറൻസി വേണം. അങ്ങനെ എന്തുകൊണ്ട് നമുക്കിപ്പോൾ 1-2 പ്രോഡക്റ്റ് വാങ്ങുന്നതിനല്ല ഞാൻ ഉദ്ദേശിച്ചത്, അല്ലാതെയുള്ള ഗവൺമെൻറ് എക്സ്ചേഞ്ച് ചെയ്യുന്നത് ഫോറിൻ എക്സ്ചേഞ്ച്. ആ ഒരു 90 പീരീഡിൽ 90s ഇന്ത്യയിൽ ഒരുപാട് ക്രൈസിസ് വന്നു, സ്പെഷ്യലി ഫോറിൻ എക്സ്ചേഞ്ച്. ആ ഒരു സിറ്റുവേഷനിൽ ഇന്ത്യയിൽ ഒരുപാട് ഇൻഫ്ലേഷൻ ഉണ്ടാവാൻ തുടങ്ങി. ഇന്ത്യ ഏകദേശം നല്ലപോലെ ഇന്ത്യൻ എക്കോണമി സ്ട്രഗിൾ ചെയ്യുന്നൊരു പീരീഡായിരുന്നു ആ സമയം. അതിലൂടെ തന്നെ ഇന്ത്യ ഇൻഫ്ലേഷനായി ഇന്ത്യ ഏകദേശം തകർന്നടിഞ്ഞു തുടങ്ങിയ സമയത്താണ് നമ്മുടെ ഫിനാൻഷ്യൽ മിനിസ്റ്ററും പ്രൈം മിനിസ്റ്ററും കൂടെ ചെന്ന് വേൾഡ് ബാങ്ക്, നിങ്ങൾ IMF എന്നും IBRD എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. വേൾഡ് ബാങ്ക് ഉണ്ട്, IMF വേൾഡ് ബാങ്ക്, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, അതാണ് IMF-നോട് നിന്ന് സഹായം ചോദിച്ചു. നമ്മൾ ഇന്ത്യ മാത്രമല്ല, ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും അവർക്കൊരു പ്രൈംസ് വല്ല ഫിനാൻഷ്യൽ ഹെൽപ്പും വേണമെങ്കിൽ അവർ ആദ്യം പോയി ചോദിക്കുന്ന ആരോടാണ്? ഈ വേൾഡ് ബാങ്കിനോടോ IMF-നോടൊക്കെയാണ്. ഈ IMF ആണ് ഈ ഫോറിൻ എക്സ്ചേഞ്ചും ഇല്ലെ കറൻസി വാല്യൂ, നമ്മൾ എക്സ്ചേഞ്ച് വാല്യൂ ഇല്ലേ, ഈ എക്സ്ചേഞ്ച് റേറ്റ് നമ്മളെ ഇന്ത്യൻ റുപ്പീസിനൊക്കെ എക്സ്ചേഞ്ച് റേറ്റ് ഉണ്ട്. അതുപോലെ ഓരോന്നിനും ഇപ്പോൾ നമ്മൾ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ടായിരിക്കും $, ഇന്ത്യ റുപ്പിയായിട്ട് എത്ര, $1 50 രൂപ എന്ന് നിങ്ങൾക്ക് സപ്പോസ് അസ്യൂം ചെയ്തു. ആ 50 രൂപ നമ്മളെ എക്സ്ചേഞ്ച് റേറ്റ് ആണ്. അപ്പോൾ ആ 90s നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റ് ഒരുപാട് അങ്ങ് താന്നു. അതായത് $1 ഏകദേശം നല്ല ഹൈ പ്രൈസ് കൊടുത്ത് ഡോളർ വാങ്ങേണ്ട ഒരു അവസ്ഥയായി. അതിൻ്റെ അർത്ഥം ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ കുറഞ്ഞു, കറൻസി ഡിക്രീസ് ചെയ്ത് തുടങ്ങി. ആ ഒരു സിറ്റുവേഷനിൽ മൻമോഹൻ സിംഗ് IMF-നെ ഡിപ്പെൻഡ് ചെയ്തു. IMF-ന് പോയി കുറേ ഈ ഫോറിൻ എക്സ്ചേഞ്ചും ഫണ്ടൊക്കെ കടമായിട്ട് ചോദിച്ചു. പിന്നെ ഈ ഒരു ക്രൈസിസ്
ഈ ക്രൈസിസ് നമ്മൾ ഓവർകം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ എക്കണോമിക് സിറ്റുവേഷനിൽ കുറച്ച് ചേഞ്ചസ് കൊണ്ടുവരേണ്ടി വന്നു. ആ വന്ന ചേഞ്ചസിനെയാണ് നമ്മൾ ന്യൂ എക്കണോമിക് പോളിസി എന്ന് പറയുന്നത്. ആ 90s ക്രൈസിസ് ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മൾ അഡോപ്റ്റ് ചെയ്ത, നമ്മുടെ ഇന്ത്യൻ എക്കോണമി അഡോപ്റ്റ് ചെയ്ത കുറച്ച് ചേഞ്ചസ് ഉണ്ട്. ആ ചേഞ്ചസ് ആണ് ന്യൂ എക്കണോമിക് പോളിസി 1991 എന്ന് പറയുന്നത്. ഈ ന്യൂ എക്കണോമിക് പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു ഐഡിയ മുന്നോട്ട് വച്ചത് അന്നത്തെ ഫിനാൻഷ്യൽ മിനിസ്റ്റർ ആയിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. ഈ ന്യൂ എക്കണോമിക് പോളിസിയുടെ ഫാക്ടർ എന്ന് പറയുന്നത് നമ്മൾ സിമ്പിളായിട്ട് LPG എന്ന് പറയും. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ഈ 3 ടേംസ് ഇന്ത്യൻ എക്കോണമി അഡോപ്റ്റ് ചെയ്തു. അതാണ് ന്യൂ എക്കണോമിക് പോളിസി എന്ന് പറയുന്നത്. അതായത് ലിബറലൈസേഷൻ മീൻസ് സുതാര്യവൽക്കരണം, പ്രൈവറ്റൈസേഷൻ മീൻസ് ആൻഡ് ഗ്ലോബലൈസേഷൻ. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ആഗോളവൽക്കരണം, ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം. ഈ 3 ടേം, അതായത് പ്രൈവറ്റൈസേഷൻ മീൻസ് സ്വകാര്യവൽക്കരണം, ലിബറലൈസേഷൻ മീൻസ് ഉദാരവൽക്കരണം ആൻഡ് ഗ്ലോബലൈസേഷൻ ആഗോളവൽക്കരണം. ഈ 3 ടേംസ് ഇന്ത്യയിൽ 1991 ഇംപ്ലിമെൻറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഈ 3 ടേംസ് കൂടെ ചേരുന്നതാണ് ന്യൂ എക്കണോമിക് പോളിസി എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ, അതിന് നമ്മൾ ഷോർട്ട് ഫോം LPG എന്ന് പറയാറുണ്ട്. ലിബറലൈസേഷൻ എന്ന് വെച്ചാൽ 1991 തൊട്ട് 90s വരെ, 1991 മുന്നേ വരെ ഇന്ത്യ എന്ന് വെച്ചാൽ പക്ക ഗവൺമെൻറ് കൺട്രോൾ ആയിരുന്നു. ഇന്ത്യയിലുള്ള ഫുൾ എല്ലാ ഇൻഡസ്ട്രീസും എല്ലാ സെക്ടറിലും ഗവൺമെൻറ്റിന് ഒരു ഡൊമിനൻ്റ് റോൾ ഉണ്ടായിരുന്നു. ഗവൺമെൻറ്റിൻ്റെ ഫുൾ കൺട്രോളിലായിരുന്നു. ഒരു ഇൻഡിവിജ്വലിന് ഒരു ബിസിനസ് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം ഞാനും നിങ്ങളും അടങ്ങുന്ന ഇൻഡിവിജ്വൽസിന് ഇന്നല്ല, 1991 തൊട്ട് മുന്നേ വരെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, കോൺസിക്വൻസും ഉണ്ട്. മിക്ക ഗവൺമെന്റിന്റെ കൺട്രോളിലാണ്. അവിടെ ഒന്നും നമുക്ക് ബിസിനസ് തുടങ്ങാനേ പറ്റില്ലായിരുന്നു. അതുപോലെ തന്നെയാണ് ഫോറിൻ കമ്പനീസിനൊന്നും ഇന്ത്യയിൽ വന്ന് ബിസിനസ് തുടങ്ങാൻ പറ്റത്തില്ല. ഇന്ത്യ അത്രയ്ക്ക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരുന്നു ഇന്ത്യയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി. സോ 1991 ലിബറലൈസേഷൻ്റെ പാർട്ടായിട്ട് ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസിലൊക്കെ ഒരുപാട് ഇളവ് വരുത്തി, ഗ്രാജുവലി ചേഞ്ചസ് കൊണ്ടുവന്നു. അതാണ് ലിബറലൈസേഷൻ എന്ന് പറയുന്നത്. ഗ്രാജുവൽ ഡിക്രീസ് ഇൻ ഗവൺമെൻറ് കമാൻഡ്സ് ആൻഡ് കൺട്രോൾ ഓവർ ദ എക്കണോമിക് പോളിസീസ്. അതായത് ഗവൺമെൻറ് കൺട്രോൾസ്, ഗവൺമെൻറ്റിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഗവൺമെൻറ് കുറച്ചു, അതിൻ്റെ ഗ്രാജുവലി ചേഞ്ച് ചെയ്തു, അതിൽ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. അതാണ് ലിബറലൈസേഷൻ എന്ന് പറയുന്നത്. ഗവൺമെൻറ്റിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ, ഡീറെഗുലേറ്റിംഗ് ഗവൺമെൻറ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഡീറെഗുലേറ്റിംഗ് മീൻസ് ഈ ഗവൺമെൻറ് റൂൾസ് ആൻഡ് റെഗുലേഷൻസൊക്കെ ഒരുപാട് ഇളവുകൾ കൊണ്ടുവന്നു. അതായത് ഇനി ഒരു ബിസിനസ് ഒരുപാട് മേഖലയിലോട്ട് പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ മീൻസ് ഓരോ ഇൻഡിവിജ്വലിനും ബിസിനസ് തുടങ്ങുന്നതിന് വേണ്ടി അവസരങ്ങൾ നൽകി. അതാണ് ലിബറലൈസേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, നമ്മൾ മലയാളം മോഹൻലാലിൻ്റെ, ലാലേട്ടൻ്റെ മിഥുനം മൂവി കണ്ടിട്ടുണ്ടായിരിക്കും. അതിൽ അദ്ദേഹം ദാക്ഷായണി ബിസ്ക്കറ്റ് എന്ന് പറയുന്ന ആ ഒരു ഫാക്ടറി തുടങ്ങുന്നതിന് വേണ്ടി അദ്ദേഹം ആ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം ശ്രമിക്കുമ്പോൾ അദ്ദേഹം ഫേസ് ചെയ്യുന്ന ഒരുപാട് പ്രോബ്ലംസാണ് ആ ഒരു മൂവിയുടെ തീം എന്ന് പറയുന്നത്. ഏത്? മിഥുനം. ആ മിഥുന മൂവി കണ്ടിട്ടുള്ളവർക്കറിയാം അത് എന്താണ്. അദ്ദേഹം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം ഒരുപാട് ഓഫീസിൽ കയറി ഇറങ്ങുന്നുണ്ട്, ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഫോർമാലിറ്റീസ്. ഒടുവിൽ ലാസ്റ്റ് അദ്ദേഹത്തിന് ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാതെ ആ ഒരു ഫയല് ഫോമോടുകൂടി കത്തിച്ചളയുന്ന ഒരു സീനാണ് അതിൽ കാണിക്കുന്നത്. പിന്നീട് അവരെ ഭീഷണിപ്പെടുത്തിയ ഒപ്പിടുന്ന ആ ഒരു മൂവി അങ്ങനെ പോകുന്നുണ്ട്. ആ മൂവിയിൽ കാണിക്കുന്ന സറ്റയർ പക്ക എന്താണ്, 1991 തൊട്ട് മുന്നേ വരെയുള്ള ഇന്ത്യയിലെ ആ സിറ്റുവേഷൻ ആയിരുന്നു. ഇന്ത്യയിലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ആയിരുന്നു ആ ഒരു മിഥുനം എന്ന മൂവിയിൽ കാണിച്ചിരുന്നത്. അതായത് ഒരു ഇൻഡിവിജ്വൽസിന്, സാധാരണ ആളിന് 1991 തൊട്ട് മുന്നേ വരെ ബിസിനസ് ചെയ്യാനേ പറ്റത്തില്ലായിരുന്നു. ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരുന്നു. ഇന്ത്യയിലുള്ള ഒരു ഇന്ത്യൻ സിറ്റിസണിന് തന്നെ ഒരുപാട് റൂൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒരു എബ്രോഡ് ആൾക്ക്, മറ്റ് രാജ്യത്തുള്ള ഒരു വ്യക്തിക്ക് സ്വാഭാവികമായിട്ട് ചിന്തിക്കാമല്ലോ, ബിസിനസ് ഇന്ത്യയിൽ തുടങ്ങുന്ന കാര്യം ചിന്തിക്കാനേ പറ്റില്ല. സോ ലിബറലൈസേഷനിലൂടെ ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഗ്രാജുവൽ ചേഞ്ചസ്, ഗ്രാജുവലി അവർ ഡിക്രീസ് ചെയ്തു ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസൊക്കെ. വേണ്ട അല്ലെങ്കിൽ മേജറായിട്ടുള്ള കുറേ ഏരിയയിൽ മാത്രം. അതായത് ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പം ലേറ്റസ്റ്റ് കൂട്ടണ്ട, നമ്മുടെ ഈ ഡിഫൻസ്, അത് മെഡിക്കൽ ഡിഫൻസ്, അതുപോലുള്ള ഈ ബോംബൊക്കെ ഇല്ല, ആറ്റം ബോംബ് സംതിങ്, അതുപോലുള്ള ഇൻഡസ്ട്രീസിന് മാത്രമേ ഈ ഗവൺമെൻറ് സ്ട്രിക്റ്റ് ആയിട്ടുള്ള റെഗുലേഷൻസ് ഫോളോ ചെയ്തു. ബാക്കിയുള്ള സെക്ടറുകളൊക്കെ ഒരുവിധം ഡീറെഗുലേറ്റ് ചെയ്തു. അതാണ് ലിബറലൈസേഷൻ.
Liberalization means deregulating government rules and regulations on industries. Next one, privatization. അടുത്തൊരു ടൈമാണ് പ്രൈവറ്റൈസേഷൻ, സ്വകാര്യവൽക്കരണം. അത് വേറെ ഒന്നുമല്ല, ഗവൺമെൻറ് ആ 1991 വരെ 90s വരെ എന്തായിരുന്നു, എല്ലാ ബിസിനസ്സും ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലായിരുന്നു. ഗവൺമെൻറ് എന്ത് ചെയ്തു, ലോസിലോടുന്ന കുറേ ബിസിനസ് ഉണ്ടായിരുന്നു. ഗവൺമെൻറ് കുറേ ബിസിനസ് പ്രൈവറ്റിനോട്ട് അങ്ങ് ഷിഫ്റ്റ് ചെയ്തു. അതായത് ഓണർഷിപ്പ് ആ പബ്ലിക് എൻ്റർപ്രൈസിൻ്റെ ഗവൺമെൻറ് കമ്പനീസിൻ്റെ ഓണർഷിപ്പ് എന്ത് ചെയ്തു, പ്രൈവറ്റ് പാർട്ടീസിനോട് വിട്ടുകൊടുത്തു. അതാണ് എന്ത് പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. ട്രാൻസ്ഫറിങ് ഓഫ് ആൻ എൻ്റർപ്രൈസ് ഓർ ഇൻഡസ്ട്രി ഫ്രം പബ്ലിക് സെക്ടർ ടു പ്രൈവറ്റ് സെക്ടർ. പബ്ലിക് സെക്ടർ മീൻസ് ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ടായിരുന്ന ബിസിനസ് എന്ത് ചെയ്തു, അവർ പ്രൈവറ്റ് പാർട്ടീസിന് ട്രാൻസ്ഫർ ചെയ്തു ആ ഓണർഷിപ്പ്. അതാണ് എന്ത് പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. പ്രൈവറ്റൈസേഷനെ നമുക്ക് രണ്ടായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത് എന്ത് ചെയ്യാം, നമുക്ക് ഇപ്പം നിങ്ങൾ ലേറ്റസ്റ്റ് ഇപ്പം നടന്ന ബഡ്ജറ്റ്, നിർമ്മല സീതാരാമൻ്റെ ബഡ്ജറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. കഴിഞ്ഞ ഫെബ്രുവരിയിൽ വന്ന ബഡ്ജറ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു, LIC പക്ക ഗവൺമെൻറ് പബ്ലിക് എൻ്റർപ്രൈസ് ആയിരുന്നല്ലേ, ഗവൺമെൻറ്റിൻ്റെ കീഴിലുണ്ടായിരുന്ന ഒരു ഓർഗനൈസേഷൻ ആയിരുന്നു LIC എന്ന് പറയുന്നത്. LICയുടെ 10% ഷെയർ അവർ പ്രൈവറ്റൈസ് ചെയ്തു എന്ന് നിങ്ങൾ കേട്ടു. അതിൽ ലിസ്റ്റ് ചെയ്തു. അതൊരു തരത്തിലുള്ള പ്രൈവറ്റൈസേഷനാണ്. എന്ത്, ക്യാപിറ്റൽ റൈസ് ചെയ്തു പ്രൈവറ്റിൻ്റെ കയ്യിൽ നിന്ന്. ചിലപ്പോൾ എന്ത് ഈ മാനേജ്മെൻ്റ് ആയിരിക്കും നമ്മൾ പ്രൈവറ്റ് പാർട്ടീസിന് കൊടുക്കുന്നത്. ചിലപ്പോൾ ബിസിനസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ വിൽക്കാറുണ്ട് പ്രൈവറ്റ് പാർട്ടീസിന്. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് പോർഷൻ മാത്രം ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണ്, മോഡ് ഓഫ് പ്രൈവറ്റൈസേഷനാണ്. ഒന്നീ ഒരു ബിസിനസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പ്രൈവറ്റ് പാർട്ടീസിന് വിൽക്കും, ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, കുറച്ച് പോർഷൻസ് എന്ത് ചെയ്യും അവർക്ക് ഷെയർ ചെയ്യാറുണ്ട്. അതൊക്കെയാണ് എന്ത് പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഗ്ലോബലൈസേഷൻ. ഗ്ലോബലൈസേഷൻ എന്ന് വെച്ചാൽ ആഗോളവൽക്കരണം. വേൾഡ് ആസ് എ സിംഗിൾ മാർക്കറ്റ്, നോ റെസ്ട്രിക്ഷൻസ്. ആർക്കും എവിടെയും പോയി പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യാം, ഒരു ബൗണ്ടറി റെസ്ട്രിക്ഷൻസ് ഇല്ല. ഇപ്പം ഇന്ത്യക്ക് വേണമെങ്കിൽ US പോയോ ജപ്പാനിൽ പോയോ നമുക്ക് പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യാം. സെയിം ടൈം ആ നേഷൻസിന് എന്ത് ചെയ്യാം, ഇന്ത്യയിൽ വന്നും അവർക്ക് ഇന്ത്യൻ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യാം. അതാണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. ഗ്ലോബലൈസേഷൻ മീൻസ് ഫ്രീ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ക്യാപിറ്റൽ ലേബർ. ഈ മൂന്ന് എന്ത്, അക്രോസ് ദ ഗ്ലോബ്. നമ്മൾ ഗ്ലോബലി ഒരു ബൗണ്ടറി റെസ്ട്രിക്ഷനും ഇല്ലാതെ ഗുഡ്സ് ആവാം, ക്യാപിറ്റൽ ആവാം, ലേബർ ആവാം, എന്ത് ചെയ്യുക, ട്രാൻസ്ഫർ ചെയ്യാം. വേൾഡ് കൺസിഡർ ആസ് എ സിംഗിൾ എക്കോണമി. അതാണ് ഗ്ലോബലൈസേഷൻ. നമുക്ക് ഒരു റെസ്ട്രിക്ഷനും ഇല്ല, എവിടെ പോയി വേണോ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം, സെയിൽസ് നടത്താം. അതാണ് ഗ്ലോബലൈസേഷൻ. നമ്മൾ പറഞ്ഞ കാര്യം, ന്യൂ എക്കണോമിക് പോളിസി 1991 ആരാ ന്യൂ എക്കണോമിക് പോളിസി ഡോക്ടർ മൻമോഹൻ സിംഗ്, ഫിനാൻഷ്യൽ മിനിസ്റ്റർ ആയിരുന്ന മൻമോഹൻ സിംഗ് ഇംപ്ലിമെൻറ്റ് ചെയ്തു. ന്യൂ എക്കണോമിക് പോളിസിയുടെ പാർട്ടായിട്ട് വന്ന 3 ടേംസാണ് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ലിബറലൈസേഷൻ എന്ന് വെച്ചാൽ ഗവൺമെൻറ് റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ വന്ന മാറ്റങ്ങൾ. അവരെന്ത് ചെയ്തു, ഒരുപാട് ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അങ്ങ് ഗ്രാജുവലി ഡിക്രീസ് ചെയ്തു. മീൻസ് ഡീറെഗുലേറ്റിംഗ് ഗവൺമെൻറ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. 90s വരെ എന്താണ്, ഇന്ത്യയിൽ ഒരു ബിസിനസ് തുടങ്ങുന്നതിനെ കുറിച്ച് ഒരു പ്രൈവറ്റ് പാർട്ടീസിന് ചിന്തിക്കാനേ പറ്റില്ലായിരുന്നു, മീൻസ് നമ്മളെ പോലുള്ള ഇൻഡിവിജ്വൽസിന്. പക്ഷേ 1991 ലിബറലൈസേഷനിലൂടെ എന്ത് ചെയ്തു, ഗവൺമെൻറ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഒരുപാട് അവരങ്ങ് കുറച്ചു. അവർ വേണ്ടടുത്ത് മാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഇൻഡസ്ട്രീസ് അവർ സിക്ക് ചെയ്തിട്ടുണ്ട്. ഒന്നെന്ന് വെച്ചാൽ ഈ ഡിഫൻസ്, അതുപോലുള്ള അറ്റോമിക് എനർജി, ഡിഫൻസ്, മെഡിക്കൽ കെയർ, അതുപോലുള്ള ഇൻഡസ്ട്രീസ് ഒഴികെ ബാക്കിയെല്ലാം അന്ന് അവരൊക്കെ എന്ത് ചെയ്തു, പ്രൈവറ്റ് പാർട്ടീസിനോട് ബിസിനസ് നടത്താമെന്ന രീതിക്ക് ഒരുപാട് നിയമത്തിലെ ഇളവുകൾ കൊണ്ടുവന്നു. അതാണ് ലിബറലൈസേഷൻ. പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത് ഗവൺമെൻറ് സെക്ടറിൽ ഉണ്ടായിരുന്ന കമ്പനീസ് അതിൻ്റെ ഓണർഷിപ്പും മാനേജ്മെൻറ്റും, ഇല്ലെങ്കിൽ മാനേജ്മെൻറ്റും മാത്രം, ഇല്ലെങ്കിൽ ഓണർഷിപ്പ് രണ്ടും എന്ത് ചെയ്തു, അവർ പ്രൈവറ്റ് പാർട്ടിക്ക് ട്രാൻസ്ഫർ ചെയ്തു. അതാണ് എന്ത് പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. ട്രാൻസ്ഫറിങ് ഓഫ് ആൻ എൻ്റർപ്രൈസ് ഓഫ് ഇൻഡസ്ട്രി ഫ്രം പബ്ലിക് സെക്ടർ ടു പ്രൈവറ്റ് സെക്ടർ. നെക്സ്റ്റ്, ഗ്ലോബലൈസേഷൻ. വേൾഡ് കൺസിഡേഴ്സ് എ സിംഗിൾ എക്കോണമി. അതാണ് എന്ത് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. അതൊക്കെ അല്ലേ. നെക്സ്റ്റ് ടൈം എന്ന് പറയുന്നത് 1991 എന്ത് ന്യൂ എക്കണോമിക് പോളിസി വന്നതിൻ്റെ ഫലമായിട്ട് എന്താണ്, സ്വാഭാവികമായിട്ടും ഈ എക്കണോമിക് പോളിസി പോലെ തന്നെ ഇൻഡസ്ട്രി പോളിസി ഉണ്ട്. നമ്മുടെ ഇൻഡസ്ട്രീസ് റെഗുലേറ്റ് ചെയ്യുന്നതിനും മോണിറ്റർ ചെയ്യുന്നതിനും അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യുന്നതിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യാറുണ്ട്, ഇൻഡസ്ട്രി പോളിസിയും എക്കണോമിക് പോളിസിയുടെ കൂടി വരാറുണ്ട്. നമ്മുടെ 5 year പ്ലാനിങ് ഇല്ലേ, അതിനോടൊപ്പം എന്താണ് എക്കണോമിക് പോളിസീസും ഫോളോ ചെയ്യുന്നുണ്ട്. ഈ
ഇൻഡസ്ട്രിയൽ പോളിസീസ് അവർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഈ ന്യൂ എക്കണോമിക് പോളിസി വന്നതോടുകൂടി സ്വാഭാവികമായിട്ട് എന്തുണ്ടായി, ബിസിനസ് സെക്ടറിൽ, ബിസിനസ് എൻവയോൺമെൻറ്റിൽ ഒരു ഗ്രാജുവൽ ചേഞ്ച്, ഒരു എക്സ്പാൻഷൻ ബൂം തന്നെ ഉണ്ടായിരുന്നു. ഒരുപാട് മാറ്റങ്ങളുണ്ടായി. കാരണം എന്താണ്, ഒരുപാട് ഈ ലിബറലൈസേഷനിലൂടെ ഒരുപാട് റൂൾസ് റെഗുലേഷൻസ് ഒക്കെ കുറഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രൈവറ്റ് പാർട്ടീസ് എന്ത് ചെയ്തു, ബിസിനസ് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വന്നു. അതുപോലെ ഗ്ലോബലൈസേഷൻ വന്നതോടുകൂടി ഒരു ബൗണ്ടറി റെസ്ട്രിക്ഷൻസ് ഇല്ല. ഒരുപാട് ഫോറിൻ കമ്പനീസ് ഇന്ത്യയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി, അവരുടെ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങി, അതെല്ലാം ഉണ്ടായി. അതുപോലെ പ്രൈവറ്റൈസേഷനിലൂടെ എന്തുണ്ടായി, ഗവൺമെന്റിന്റെ കയ്യിൽ നഷ്ടത്തിലോടുന്ന കുറേ ലോസിങ് ബിസിനസ്സുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് എന്ത് ചെയ്തു, പ്രൈവറ്റ് പാർട്ടീസിന് വിറ്റു. ഈ പ്രൈവറ്റ് പാർട്ടീസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇപ്പോൾ നമ്മൾ അംബാനി, അദാനി അതുപോലെ ടീംസ് ഗവൺമെന്റ് ലോസിലോടുന്ന ഒരു കമ്പനി വിൽക്കുവാണെങ്കിലോ, ഈ അംബാനി അദാനി ഗ്രൂപ്പ്സിൻ്റെയിലൊക്കെ ഒരുപാട് ക്യാപിറ്റലുണ്ട്, റിസോഴ്സസ് ഒരുപാടുണ്ട്. അവരത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് എന്ത് ചെയ്യും, ലോസ് മാറ്റി പ്രോഫിറ്റബിൾ ആക്കാൻ പറ്റും. ഗവൺമെൻറ്റിൻ്റെ എന്ന് പറയുമ്പോൾ എന്താണ്, ഗവൺമെൻറ്റിന് കിട്ടുന്ന ഫണ്ട് ലിമിറ്റഡ് ആണ്. ഈ ടാക്സ് റവന്യൂ മറ്റുമാണ് ഗവൺമെൻറ്റിൻ്റെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ കൊടുക്കുന്ന ടാക്സ്, ആ കിട്ടുന്ന ഫണ്ട് അവർക്ക് ഒരുപാട് സെക്ടറിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ എന്താണ്, ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് എന്ന് പറഞ്ഞാൽ ലിമിറ്റാണ്. സോ ഇത് നമ്മൾ പ്രൈവറ്റൈസ് ചെയ്യുവാണെങ്കിലോ പ്രൈവറ്റ് ഫണ്ട് നമുക്ക് ഒരുപാട് കളക്ട് ചെയ്യാൻ പറ്റും. ഈ അംബാനി അദാനി ഗ്രൂപ്പ്സ് ഒക്കെ എന്താണ്, അവരുടെ കയ്യിലൊക്കെ ഒരുപാട് ക്യാപിറ്റൽ റിസോഴ്സസ് ഉണ്ടാവും. അത് യൂട്ടിലൈസ് ചെയ്ത് ഈ ലോസിലോടുന്ന കമ്പനീസ് അവർക്ക് ലാഭത്തിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അതെന്താണ് ഈ പ്രൈവറ്റൈസേഷൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. നമ്മളിന്ന് യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകളുണ്ടല്ലോ, എൻ്റെ സമയം എൻ്റെയും കാട്ടി മുന്നേ ഇപ്പം നമ്മുടെ പാരൻസിൻ്റെയൊക്കെ ടൈം എന്ന് പറയുമ്പം എന്താണ്, നമ്മളിന്ന് യൂസ് ചെയ്യുന്ന പോലെയൊന്നുമല്ല. എൻ്റെ കുഞ്ഞിലേക്ക് ഇപ്പോൾ ഒരു ഗൾഫിൽ നിന്ന് വരുന്ന ഒരു ചേട്ടൻ, ഒരു എബ്രോഡ് പേഴ്സൺ കൊണ്ടുവരുന്ന പെർഫ്യൂമിന് ഭയങ്കര ഡിമാൻഡായിരുന്നു. ആ ഒരു സെൻറ്റില്ല ഈ പെർഫ്യൂം അയാളുടെ കയ്യിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അയാൾ അവിടുന്ന് വരുമ്പം കൊണ്ടുവരുന്ന ഒരു പെർഫ്യൂമാണ്. പക്ഷേ ഇന്നത്തെ സിറ്റുവേഷൻ അതല്ല. നമ്മുടെ തൊട്ടടുത്ത നിയറസ്റ്റ് മാർക്കറ്റിൽ പോലും എന്താണ്, നമുക്ക് ഏത് രാജ്യത്തെ എവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പോലും ചീപ്പ് പ്രൈസിൽ നമുക്ക് ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റുകൾ കിട്ടാറുണ്ട്. ഇപ്പോൾ ഒരു പെർഫ്യൂം തന്നെ ചിലപ്പോൾ ഗൾഫിലോ അത്രയോ എവിടെ ആയിക്കോട്ടെ, എവിടെ വേണോ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് എന്ത് ചെയ്യും, നമ്മളെ നിയറസ്റ്റ് മാർക്കറ്റിൽ തന്നെ നമുക്ക് അവൈലബിൾ ആവുന്നുണ്ട്. അത് ഈ ഗ്ലോബലൈസേഷൻ്റെയൊക്കെ ഒരു റിസൾട്ടാണ്. നമ്മൾ പറഞ്ഞു തുടങ്ങി ഇൻഡസ്ട്രിയൽ പോളിസിയിലായിരുന്നു. ഓക്കെ, ഇൻഡസ്ട്രിയിൽ എന്തുണ്ടായി, ഈ എക്കണോമിക് പോളിസിയിൽ വന്ന മാറ്റങ്ങളെ പോലെ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. ബേസിക് ആയിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തെന്ന് വെച്ചാൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായി ഒരുപാട്. അതായത് വിദേശ രാജ്യങ്ങൾ, എബ്രോഡ് കൺട്രീസ് എന്ത് ചെയ്തില്ലെങ്കിൽ എബ്രോഡ് കമ്പനീസ് ഇന്ത്യയിൽ വന്ന് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലുള്ള കമ്പനീസിൽ എന്ത് ചെയ്യും, ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഫോറിൻ ക്യാപിറ്റൽ റൈസ് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ കീഴിലുണ്ടായിരുന്ന കുറെ ലോസിൽ ഓടുന്ന കമ്പനീസ് ഉണ്ടായിരുന്നു, അതെല്ലാം പ്രൈവറ്റൈസ് ചെയ്യാൻ പറ്റി. അതിലൂടെ അതെന്ത് ചെയ്തു, ഗവൺമെന്റിന്റെ നഷ്ടം കുറയ്ക്കാൻ പറ്റി. അതുപോലെ തന്നെ എന്താണ്, ഒരുപാട് ടെക്നോളജീസ് ഇന്ത്യ ഇപ്പം ഡെവലപ്പിംഗ് ആണ്. ഇന്ത്യ ഒരു ഡെവലപ്പിംഗ് സ്റ്റേറ്റാണ്, ഡെവലപ്പിംഗ് കൺട്രിയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ആ ഒരു 90s എന്നൊക്കെ പറയുന്നത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. US എന്നൊക്കെ പറയുന്ന ക്യാപിറ്റലിസ്റ്റ് സ്റ്റേറ്റ്, US ജപ്പാൻ ചൈനയൊക്കെ ക്യാപിറ്റലിസ്റ്റ് സ്റ്റേറ്റാണ്. അവർക്ക് ഒരുപാട് ടെക്നോളജി അഡ്വാൻസ്മെന്റ് ഉണ്ട്. ഈ ന്യൂ എക്കണോമിക് പോളിസിയുടെ പാർട്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഈ ഫോറിൻ കമ്പനി ടെക്നോളജി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നേഷൻസുമായിട്ട് ടെക്നോളജി എഗ്രിമെന്റ് നമുക്ക് സൈൻ ചെയ്യാൻ പറ്റി. അവർ ഒരുപാട് ടെക്നോളജീസ് എന്ത് ചെയ്തു, ഇന്ത്യയിലോട്ട് കൊണ്ടുവന്നു. ഇന്ത്യയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചു. അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ടായിട്ടുണ്ട്. നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പം പത്രത്തിലൊക്കെ വായിച്ചിട്ടുള്ള ഒരുപാട് റാഫേൽ കരാർ, ഈ ഇപ്പോൾ ഗവൺമെൻറ് ഒരുപാട് കറപ്ഷൻ എന്നൊക്കെ പറഞ്ഞ് ഫേസ് ചെയ്യും ഒരുപാട് ഇഷ്യൂസ്, കോൺട്രവേഴ്സറി കേസായ ഒരു കേസാണ് റാഫേൽ എഗ്രിമെൻറ്റ്. എന്താണ്, യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിനെ കുറിച്ചൊക്കെ. എന്താണ്, അതൊക്കെ ഈ എക്കണോമിക് പോളിസിയുടെ പാർട്ടാണ്. നമുക്ക് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് എന്ത് ചെയ്യാൻ പറ്റും, ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. ഒരു ഇൻ്റർനാഷണൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു ഇൻ്റർനാഷണൽ ബിസിനസ്സിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ എങ്ങനെയാണ് ഈ ന്യൂ എക്കണോമിക് പോളിസിയുടെ പാർട്ടായിട്ട് വന്നതാണ്. സോ നമ്മളിപ്പോൾ ഈ ക്ലാസ്സിൽ പഠിച്ച എന്തൊക്കെയാണ്, ന്യൂ എക്കണോമിക് പോളിസി, ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി. ന്യൂ എക്കണോമിക് പോളിസി 1991 നമ്മൾ പറഞ്ഞു. ന്യൂ എക്കണോമിക് പോളിസിയുടെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ എന്ത് ചെയ്തു, 1991 ഇൻഡസ്ട്രിയുടെ ഡെവലപ്മെന്റിന് വേണ്ടി, ഇൻഡസ്ട്രിയുടെ മോണിറ്ററിങ്ങിന് വേണ്ടി, ഇൻഡസ്ട്രിയുടെ എക്സ്പാൻഷന് വേണ്ടിയൊക്കെ എന്ത് ചെയ്തു, ഇൻഡസ്ട്രിയൽ പോളിസിയും കൊണ്ടുവന്നു 1991. അതാണ് ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി എന്ന് പറയുന്നത്. ഈ പോർഷൻ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ഈ എക്കോണമി സിസ്റ്റം
നമ്മൾ 1991 ന്യൂ എക്കണോമിക് പോളിസിയെ കാര്യം പറഞ്ഞു. നമ്മുടെ ഇന്ത്യൻ എക്കോണമി എടുക്കുകയാണെങ്കിൽ നമുക്ക് ബേസിക്കലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ബിഫോർ 1991 ആഫ്റ്റർ 1991. ആ 1991 എക്കണോമിക് പോളിസി എന്ന് പറയുന്നത് ന്യൂ എക്കണോമിക് പോളിസി ഒരു എക്സ്പോഷറാണ് ഉണ്ടാക്കിയത് ഇന്ത്യൻ എക്കോണമിക് സിസ്റ്റത്തിൽ. ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയിൽ ഒരു വലിയൊരു ഗ്രാജുവൽ ചേഞ്ചസ് തന്നെയാണ് ക്രിയേറ്റ് ചെയ്തത് ന്യൂ എക്കണോമിക് പോളിസി. കാരണം അന്ന് വരെ ഉണ്ടായിരുന്ന റെസ്ട്രിക്ഷൻ എല്ലാം മാറി ഇന്റർനാഷണൽ നമ്മുടെ വേൾഡിൽ നിന്ന് ഗ്ലോബലൈസേഷൻ വന്നു. അതിലൂടെ എബ്രോഡിൽ നിന്ന് ഒരുപാട് കമ്പനീസ് എന്ത് ചെയ്തു, ഇന്ത്യയിൽ വന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി, അവരുടെ ബ്രാഞ്ചസുകൾ ആരംഭിക്കാൻ തുടങ്ങി. അതായത് മൾട്ടിനാഷണൽ കമ്പനീസ് അതുകൂടെ തന്നെ അവരുടെ പ്രോഡക്റ്റുകൾ ഇന്ത്യയിൽ മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ ഇന്ത്യൻ പ്രോഡക്റ്റുകൾ ഈ എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങി ഈ എബ്രോഡ് നേഷൻസിലോട്ടൊക്കെ. അതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഇന്ത്യയിൽ നിന്ന് തന്നെ ഒരുപാട് ഹ്യൂമൻ റിസോഴ്സസ് നമുക്ക് അങ്ങോട്ട് ഔട്ട്സോഴ്സ് ചെയ്യാൻ പറ്റി, എക്സ്പോർട്ട് ചെയ്യാൻ പറ്റി. അതുപോലെ അവിടെ നിന്ന് ഈ ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ഒരുപാട് ഹ്യൂമൻ റിസോഴ്സസ് ഇന്ത്യയിലോട്ട് വന്നു. അതേപോലെ തന്നെ നമുക്ക് എന്താ പറയാം, ടെക്നോളജി. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ലേബർ ഇൻറ്റൻസീവ് സ്റ്റേറ്റ് ആയിരുന്നു ആ സമയത്തൊക്കെ. അതിനുശേഷം എന്ത് ചെയ്യാൻ പറ്റി, ഫോറിൻ കമ്പനീസുമായിട്ട് നമ്മൾ കൊളാബറേറ്റ് ചെയ്ത് ഒരുപാട് ടെക്നോളജീസ് ഇന്ത്യയിലോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റി. അതിലൂടെ തന്നെ എന്തുണ്ടായി, ഇന്ത്യൻ ഇൻഡസ്ട്രി സെക്ടറിൽ ഇന്ത്യൻ എക്കോണമിയിൽ ഒരുപാട് ചേഞ്ചസ്, ഒരു വിപ്ലവം തന്നെ ഉണ്ടായി 1991 ന്യൂ എക്കണോമിക് പോളിസിക്ക് ശേഷം. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ സ്റ്റേജിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും, ബിഫോർ ആൻഡ് ആഫ്റ്റർ. ഈ ന്യൂ എക്കണോമിക് പോളിസി ഈ പോളിസി സത്യത്തിൽ ആക്ച്വലി നല്ലതാണ്. നമുക്ക് ഒരുപാട് ചേഞ്ചസ് ഇന്ത്യക്ക് ഉണ്ടാക്കി തരാൻ പറ്റും. ബെസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ന്യൂ എക്കണോമിക് പോളിസിയുടെ ഒരു വണ്ടർഫുൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇന്ന് യൂസ് ചെയ്യുന്ന പേന പോലെ എന്തായിരിക്കും, മെയ്ഡ് ഇൻ ചൈന ആയിരിക്കും. നമ്മുടെ നിയറസ്റ്റ് ഇപ്പോൾ US-ലോ ജപ്പാനിലോ കുട്ടികൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ നമുക്ക് അതേ റേറ്റിൽ, ചിലപ്പോൾ അതിൽ നിന്ന് കുറഞ്ഞ റേറ്റിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ നിയറസ്റ്റ് മാർക്കറ്റിൽ നിന്ന് നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റും. അതെന്താണ്, ഈ ഒരു ന്യൂ എക്കണോമിക് പോളിസി സ്പെഷ്യലി ഗ്ലോബലൈസേഷൻ്റെ ഒരു ഔട്ട്കം തന്നെയാണ്. ഇമ്പാക്റ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഗവൺമെൻറ് പോളിസീസ് ഓൺ ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രി. അതായത് ഈ പോളിസി ന്യൂ എക്കണോമിക് പോളിസി, ഗ്ലോബലൈസേഷൻ, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, LPG, ഈ പോളിസി എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്നാണ്. എന്തെല്ലാം മാറ്റങ്ങളായിരിക്കും കൊണ്ടുവന്നത്? ഒന്ന്, ടെക്നോളജി അഡ്വാൻസ്മെൻ്റ് ഉണ്ടായി. അതുപോലെ നമുക്ക് ക്വാളിറ്റി പ്രോഡക്റ്റുകൾ, വെറൈറ്റീസ് പ്രോഡക്റ്റുകൾ നമ്മുടെ മാർക്കറ്റിൽ കിട്ടാൻ തുടങ്ങി. അതായത് വേൾഡ് കൺസിഡേഴ്സ് എ സിംഗിൾ മാർക്കറ്റ് എന്നാണ് ഗ്ലോബലൈസേഷന് പറയുന്നത്. അതുപോലെ തന്നെ എന്തുണ്ടായി, ഇൻക്രീസിങ് കോമ്പറ്റീഷൻ, നമുക്ക് കോമ്പറ്റീഷൻ ഉണ്ടായി. ഈ ലിബറലൈസേഷനിലൂടെ എന്ത് ചെയ്തു, ഈ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഒഴിവാക്കി. അതിലൂടെ ഒരുപാട് പ്രൈവറ്റ് പാർട്ടീസ് ബിസിനസ് ഫീൽഡിലോട്ട് കടന്നു വന്നു. പണ്ട് ഗവൺമെൻറ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഏരിയയിലോട്ട്. ഇപ്പം ഇന്ത്യയിലുള്ള ആൾക്കാരും അതുപോലെ എബ്രോഡിൽ നിന്ന് വരെ എന്തുണ്ടായി, ഒരുപാട് കമ്പനീസ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരാൻ തുടങ്ങി. സ്വാഭാവികമായിട്ട് എന്താണ്, കോമ്പറ്റീഷൻ ഇൻക്രീസ് ചെയ്യും. അതുപോലെ മോർ ഡിമാൻഡിങ് കസ്റ്റമേഴ്സ്, അതായത് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടായി, കസ്റ്റമർ റീച്ച് ഉണ്ടായി. പണ്ട് ഈ 1991 വരെ എന്തായിരുന്നു അവസ്ഥ, ഇന്ത്യയിൽ പ്രോഡക്റ്റുകൾ ലിമിറ്റഡ് ആയിരുന്നു. നമുക്ക് ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് ഒന്നുമില്ല, വളരെ തുച്ഛമായ 1-2 ഓൾട്ടർനേറ്റീവ്സേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എന്തായിരുന്നു, കസ്റ്റമേഴ്സിന് അധികം ചോയ്സ് ഒന്നുമില്ല, കിട്ടുന്ന സ്കിൽസ് റിസോഴ്സ് വെച്ച് അവർ അഡ്ജസ്റ്റ് ചെയ്തു പോയി. പക്ഷേ 1991 ശേഷം ഇപ്പം വേൾഡ് ഗ്ലോബലൈസേഷനിലൂടെ എന്ത് ചെയ്യാൻ പറ്റി, മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഒരുപാട് ഇൻഡസ്ട്രീസ് ഇന്ത്യയിൽ വന്നു, വെറൈറ്റീസ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ ഇന്ത്യയിലോട്ട് എക്സ്പോർട്ട് ചെയ്തു. സെയിം ടൈം ഇന്ത്യയിൽ തന്നെ എന്താണ്, പ്രൈവറ്റ് പാർട്ടീസ്, ഒരുപാട് ഇൻഡിവിജ്വൽസ് ആ ഒരു ബിസിനസ് ഫീൽഡിലോട്ട് കടന്നു വന്നു ഈ ലിബറലൈസേഷൻ്റെ പാർട്ടായിട്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, ഒരുപാട് ഓൾട്ടർനേറ്റീവ് സോഴ്സുകൾ ഉണ്ടായി നമ്മുടെ ഈ സെക്ടറിൽ. ഒരുപാട് പ്രോഡക്റ്റ്, ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സോപ്പ്, വെറൈറ്റീസ് കമ്പനീസിൻ്റെ നമുക്ക് സോപ്പ് കിട്ടാറുണ്ട്. മൊബൈൽ ഫോൺസ്, നമ്മൾ ഒരുപാട് കമ്പനീസിൻ്റെ വെറൈറ്റി മോഡൽസ് കിട്ടാറുണ്ട്. ഇപ്പോൾ ഫുഡ് ഐറ്റംസ് ആയാലും ഡ്രസ് മെറ്റീരിയൽസ് ആയാലും ഏത് ഐറ്റംസ് എടുത്താലും, ടെക്നോളജീസ് ആയാലും, ഇപ്പം ലാപ്ടോപ്പ്, ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ തന്നെ നോക്കും, ലാപ്ടോപ്പിന് പല കമ്പനീസിൻ്റെ, ആപ്പിൾ ആയാലും ഡെൽ ആയാലും ലെനോവ, അസൂസ്, അങ്ങനെ ഒരുപാട് കമ്പനീസിൻ്റെ എന്ത് ചെയ്യാറുണ്ട്, പ്രോഡക്റ്റുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, കസ്റ്റമേഴ്സിൻ്റെ ഡിമാൻഡ് കൂടും. അതുപോലെ കസ്റ്റമേഴ്സിന് എന്തായിരിക്കും, കോമ്പറ്റീഷൻ കൂടും. പണ്ട് നമുക്ക് ഈ ചോയ്സ് കുറവായിരുന്ന സിറ്റുവേഷൻ 1991 മുന്നേ വരെ എന്ന് വെച്ചാൽ അവർ പ്രൊഡ്യൂസ് ചെയ്യും. ഇന്ത്യയിൽ എന്താണ്, മറ്റാരുമില്ല പ്രൊഡ്യൂസ് ചെയ്യും, ഗവൺമെൻറ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അത് കൺസ്യൂമേഴ്സ് വാങ്ങുന്നു. അന്ന് പ്രൊഡ്യൂസർ ആയിരുന്നു കിങ് എന്ന് പറയുന്നത്. അതായത് അവർ പ്രൊഡക്ഷൻ നടത്തുന്നു, വിറ്റ് പോകുന്നു.
പക്ഷേ 1991 ശേഷം ഈ ലിബറലൈസേഷനും ഗ്ലോബലൈസേഷനും വന്നതിന് ശേഷം കസ്റ്റമർ ഇസ് ദ കിങ് ആയി. ആദ്യം എന്ത് ചെയ്യും? കസ്റ്റമറുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഐഡൻറ്റിഫൈ ചെയ്യും. കസ്റ്റമറുടെ ആവശ്യം ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം പ്രൊഡക്ഷനിലോട്ട് മാറി. അതാണ് ഇന്നത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്, മോഡേൺ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. പണ്ടെന്ന് വെച്ചാൽ ഈ 1991 മുന്നേ വരെ ഗവൺമെൻറ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതിൽ കസ്റ്റമർ സാറ്റിസ്ഫൈ ചെയ്തോണം, കസ്റ്റമർ പോയി വാങ്ങുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, കസ്റ്റമറുടെ നീഡ്സ് ആൻഡ് വാണ്ട്സ് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷമേ എന്ത് ചെയ്യുള്ളൂ, ഓരോ പ്രോഡക്റ്റിൻ്റെ പ്രൊഡക്ഷനിലോട്ട് പോവുകയുള്ളൂ. കാരണം അത്രത്തോളം കോമ്പറ്റീഷനാണ്, നമുക്ക് അത്രത്തോളം സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റുകൾ ഇന്ന് അവൈലബിൾ ആണ്. അത് ഈ എക്കണോമി പോളിസിയുടെ ഒരു ഇമ്പാക്റ്റ് ആണ്. അതുപോലെ ചേഞ്ചസ് ഉണ്ടായി. എന്ത്? നമ്മുടെ ടെക്നോളജീസ് യൂസ് ചെയ്ത് പണ്ട് ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്തിരുന്ന സ്ഥലത്ത് എന്താ ഇന്ന് ഒരുപാട് മെഷീൻസും ടെക്നോളജീസ് യൂസ് ചെയ്യുന്നുണ്ട്. ബെസ്റ്റ് നമ്മൾ കേരളം പറയുകയാണെങ്കിൽ കൊയ്ത്ത്, നമ്മൾ പാടത്ത് നെല്ല് പണ്ട് കൊയ്തുകൊണ്ടിരുന്നതല്ലേ, ഇപ്പം എന്താ നമുക്ക് യന്ത്രങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ പ്രോഡക്റ്റുകൾ പാക്ക് ചെയ്യുന്നതിന്, ലേബൽ ചെയ്യുന്നതിന് എല്ലാം എന്താണ് ടെക്നോളജീസ് യൂസ് ചെയ്യുന്നുണ്ട്. പണ്ട് 100 ലേബേഴ്സ് യൂസ് ചെയ്ത സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്നൊരു മെഷീൻസ് യൂസ് ചെയ്താൽ മതി. അതിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലേബർ കോസ്റ്റ്, നമുക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് സമയം ലാഭിക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് അതുകൊണ്ട് തന്നെ പ്രൈസ് കുറച്ച് വിൽക്കാൻ പറ്റും. ഒരുപാട് അഡ്വാൻസ്മെൻറ്റ് എന്തുണ്ടായിട്ടുണ്ട്? ഈ ഒരു പോളിസിയുടെ പാർട്ടായിട്ട് ഉണ്ടായിട്ടുണ്ട്. അതായത് ടെക്നോളജി അഡ്വാൻസ്മെൻറ്റ്. അതുപോലെ തന്നെ ലേബേഴ്സ്, നമ്മളെ മറ്റ് എബ്രോഡ് നേഷൻസിൽ നിന്ന് നല്ല ട്രെയിനഡ് ആയിട്ടുള്ള സ്കിൽഫുൾ ലേബേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റി? ഇന്ത്യയിലോട്ട് വരാൻ പറ്റി, ഇന്ത്യയിലോട്ട് അഡോപ്റ്റ് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ എന്ത് ചെയ്തു? ഇന്ത്യയും ഒരുപാട് ആൾക്കാരെ പുറത്തോട്ട് എന്ത് ചെയ്തു? കയറ്റി അയച്ചു. അതായത് നമ്മൾ ജോലിക്കായിട്ട് ഇപ്പോൾ US-ലും ജപ്പാനിലും ഗൾഫ് കൺട്രീസിലൊക്കെ മലയാളീസും ഇന്ത്യക്കാരൊക്കെ പോകുന്നില്ലേ? അത് തന്നെ ഉദ്ദേശിക്കുന്നത് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി കൂടി. അതുപോലെ മാർക്കറ്റ്, നമുക്ക് എന്ത് ചെയ്തു? ഗ്ലോബൽ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തു. വേൾഡ് കൺസിഡേഴ്സ് എ സിംഗിൾ മാർക്കറ്റ് എന്നാണ്. അതായത് ഈ ഒരു എക്കോണമി പോളിസി വന്നതിലൂടെ കോമ്പറ്റീഷൻ ഇൻക്രീസ് ചെയ്തു. അതോടൊപ്പം തന്നെ എന്ത് ചെയ്തു? കസ്റ്റമേഴ്സിന് ഒരുപാട് ഓൾട്ടർനേറ്റീവ് ചോയ്സ് കിട്ടി. പ്രോഡക്റ്റുകൾ ഒരുപാട് ചീപ്പ് റേറ്റിൽ അവൈലബിൾ ആവുന്നുണ്ട് നമ്മുടെ നിയറസ്റ്റ് മാർക്കറ്റിൽ പോലും. അതുപോലെ ക്വാളിറ്റി വർദ്ധിച്ചു, ഹ്യൂമൻ റിസോഴ്സിൻ്റെ ക്വാളിറ്റി വർദ്ധിച്ചു. കാരണം അവർക്ക് ട്രെയിനിങ്, അവർ ഈ ടെക്നോളജീസ് യൂസ് ചെയ്യുന്നതിനുള്ള ക്യാപ്പബിലിറ്റീസ് എല്ലാം അവർക്ക് കൊടുക്കേണ്ടി വന്നു. അതുപോലെ അഡ്വാൻസ്ഡ് ടെക്നോളജീസ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റി. അതുപോലെ പ്രോഡക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റി, മറ്റ് നേഷൻസിലോട്ടും മറ്റ് പ്ലേസിലോട്ടും മറ്റും. അങ്ങനെ ഒരുപാട് ഇമ്പാക്റ്റ് എന്ത് ചെയ്തു? ഈ എക്കോണമി പോളിസിയിലൂടെ നമുക്ക് ക്രിയേറ്റ് ചെയ്തു. ഈ ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച ബേസിക് കാര്യങ്ങളെന്ന് പറയുന്നത് ഒന്ന് ബിസിനസ് എൻവയോൺമെൻറ്റ് എന്താണ്, എൻവയോൺമെൻറ്റ് ഫീച്ചേഴ്സ് എന്താണ്, അഡ്വാൻറ്റേജസ്. നെക്സ്റ്റ് ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ് സ്ട്രക്ചർ, ഈ മൈക്രോ മാക്രോ സ്ട്രക്ചർ. പിന്നെ എക്കണോമിക് പോളിസി 1991 അതിൻ്റെ ഇമ്പാക്റ്റ് എന്തൊക്കെയാണ് എന്നുള്ളത്. നിങ്ങൾക്ക് ഒരു വർക്ക് തരാം. അതായത് നിങ്ങൾ തന്നെ നോക്കിയാൽ മതി. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയിട്ട് വീട്ടിലിരിക്കുമല്ലേ, കഴിഞ്ഞ ഏകദേശം ഒരു 2 ആഴ്ച പത്രം എടുക്കുക നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് എക്കണോമിക് സിറ്റുവേഷൻസ് നിങ്ങൾക്ക് അറിയാൻ പറ്റിയിട്ടുണ്ടായിരിക്കും. ഈ COVID-19 മൂലം നമ്മുടെ ഇന്ത്യൻ എക്കോണമി ഫേസ് ചെയ്ത കുറേ പ്രോബ്ലംസ്, അതിലുപരി എല്ലാ മലയാളം പത്രങ്ങളിലും വരുന്നുണ്ട്. ഇവിടെ ആ ഒരു ഉൾപേജിൽ വാണിജ്യം പേജിൽ വരുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ഇന്ത്യൻ സിറ്റുവേഷനെ കുറിച്ച് സംസാരിക്കുന്നതും ഇന്ത്യൻ എക്കോണമിയെ കുറിച്ച് സംസാരിക്കുന്നതും. അതിലുപരി കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് നമ്മുടെ ഫിനാൻഷ്യൽ മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ പുതിയ ഇന്ത്യയുടെ ബഡ്ജറ്റ് അനൗൺസ് ചെയ്തായിരുന്നു. ആ ബഡ്ജറ്റിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് വായിച്ചു വെക്കുക. അതൊക്കെ എന്താണ്? ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂ എക്കണോമി പോളിസിയാണ്. അതിൽ ഏറ്റവും ബേസിക്കലി പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പ്രൈവറ്റൈസേഷൻ. എന്ത് ചെയ്തു? മിക്ക ഗവൺമെൻറ് സെക്ടറിലുള്ള ഇൻക്ലൂഡിങ് ഡിഫൻസിൽ പോലും പല കാര്യങ്ങളും എന്ത് ചെയ്തു? പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ഇൻവൈറ്റ് ചെയ്ത് വെക്കുകയാണ്. മിക്ക കാര്യങ്ങൾ പ്രൈവറ്റൈസേഷൻ. ഫെബ്രുവരിയിലെ ബഡ്ജറ്റിൽ LIC ഏറ്റവും വലിയ ഒരു ഷോക്കിംഗ് ന്യൂസ് ആയിരുന്നു ഈ എക്കോണമിയിൽ. എന്ത്? LIC പ്രൈവറ്റൈസ് ചെയ്തു. LIC 10% ഷെയർ ലിസ്റ്റ് ചെയ്തു. മീൻസ് അത് പ്രൈവറ്റ് പാർട്ടികൾക്ക് വിട്ടുകൊടുത്തു. അതാണ് പ്രൈവറ്റൈസേഷൻ ഉദ്ദേശിക്കുന്നത്. LIC പ്രൈവറ്റൈസ് ചെയ്തു കുറച്ച് പോർഷൻ 10%. അതുപോലെ ലേറ്റസ്റ്റ് ഇപ്പം ഒരുപാട് ഏകദേശം കുറച്ച് ഇൻഡസ്ട്രീസ് ഒഴികെ ബാക്കി എല്ലാം എന്ത് ചെയ്തു? പ്രൈവറ്റ് പാർട്ടീസിനെ ഇൻവൈറ്റ് ചെയ്തേക്കുക. ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് മാക്സിമം എന്ത് ചെയ്യുന്നുണ്ട്? അവർ ക്ഷണിക്കുന്നുണ്ട് ഫോറിൻ കമ്പനീസിനെ ഇന്ത്യയിൽ വന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനും നിലവിലുള്ള ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും. അതായത് പ്രൈവറ്റൈസേഷൻ. അതാണ് ഈ ഇന്ത്യൻ ബഡ്ജറ്റിൽ പോലും എന്ത് ചെയ്ത നിർമ്മല സീതാരാമൻ നമ്മുടെ ഫിനാൻഷ്യൽ മിനിസ്റ്റർ കൂടുതൽ സജസ്റ്റ് ചെയ്തത്. സോ അതുപോലെ നിങ്ങൾ വേറെ ടൈം നിങ്ങൾ കേട്ടിട്ടുണ്ട് ഡിമോണിറ്റൈസേഷൻ. 2016 നവംബർ 8 എന്ത് ചെയ്തു? നമ്മുടെ മോദി ഗവൺമെൻറ് എന്ത് ചെയ്തു? 1000-500 നോട്ടുകൾ പിൻവലിച്ചു.
അല്ലേ? അതാണ് ഡീമോണിറ്റൈസേഷൻ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. പെട്ടെന്ന് അവർ നോട്ട് പിൻവലിച്ചു. അതൊരു ബ്രേക്കിംഗ് ആൻഡ് ഷോക്കിംഗ് ന്യൂസ് പോലെ എന്ത് ചെയ്തു, ആ ഒരു വൈകിട്ട് ഏകദേശം 6 മണിയൊക്കെ ആയപ്പോൾ ഒരു ലൈവായി വന്നിട്ട് പറഞ്ഞില്ലേ, നോട്ട് നാളെ മുതൽ ഇന്ന് അർദ്ധരാത്രി മുതൽ നോട്ട് പിൻവലിക്കുക എന്ന്. അതാണ് ഇന്ന് ഡീമോണിറ്റൈസേഷൻ ഉദ്ദേശിക്കുന്നത്. ഈ ഡീമോണിറ്റൈസേഷൻ നമ്മൾ ഒരുപാട് എന്ത് ചെയ്തു, ഒരുപാട് നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റുകൾ ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഡീമോണിറ്റൈസേഷൻ നമ്മൾ എത്രയൊക്കെ അതിനെ നെഗറ്റീവ് പറഞ്ഞാലും ഡീമോണിറ്റൈസേഷൻ കൊണ്ട് ഒരുപാട് പോസിറ്റീവ്സും ഉണ്ട്. നമ്മളിപ്പോൾ ഗവൺമെൻറ് കാണിച്ച ഒരുപാട് ഈ നെറുകെട്ട പ്രവൃത്തിയാണ്, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള നമ്പർ 1 ഫെയിലുവറാണ് ഡീമോണിറ്റൈസേഷൻ എന്നൊക്കെ പറഞ്ഞാലും ഡീമോണിറ്റൈസേഷൻ എന്ന കോൺസെപ്റ്റ് ഏറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷെ അത് ചെയ്ത ഇനിഷ്യേറ്റീവ്സ് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇനിഷ്യേറ്റീവ്സ് ആണ് ഫെയിലുവർ ആയത്. ഗവൺമെൻറ് ഈ ഡീമോണിറ്റൈസേഷൻ ചെയ്യുന്നതിന് വേണ്ടി പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്തില്ല. അതിൻ്റെ ഒരു ഔട്ട്കം ആണ് എന്ത് ചെയ്തത്, നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടായത്. ഒരുപാട് ആൾക്കാർ ക്യൂ നിൽക്കേണ്ടി വന്നു, ഷോർട്ടേജ് ഉണ്ടായി. അതൊക്കെ ഇത് ഡീമോണിറ്റൈസേഷൻ നെഗറ്റീവ്സ് അല്ല, ഗവൺമെൻറ് പ്രോപ്പറായിട്ട് ഇത് ഹാൻഡിൽ ചെയ്യാത്തതിൻ്റെ ഇഷ്യൂസാണ്. പക്ഷേ ഡീമോണിറ്റൈസേഷൻ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ഏറ്റവും നല്ലൊരു കാര്യമാണ് ഡീമോണിറ്റൈസേഷൻ. ബേസിക് എന്ന് പറയുന്ന ഒന്ന് എന്താണ്, നമ്മൾ ഡിജിറ്റലൈസ് ചെയ്യാൻ പറ്റും. ഇന്ന് മറ്റു രാജ്യങ്ങളെ പോലെ എന്താണ്, ഒരുപാട് ഡിജിറ്റലൈസ് എക്കോണമി ആക്കാൻ പറ്റും നമുക്ക്, അല്ലേ? കയ്യിൽ ക്യാഷ് കൊടുക്കുന്നതിന് പോലെ ഇപ്പോൾ ഫുൾ ആപ്ലിക്കേഷൻസ്, ഓൺലൈൻ ട്രാൻസാക്ഷൻസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചോളം ടാക്സ് വെട്ടിക്കുന്നത്, ടാക്സ് ഇവേർഷൻ എന്ന് പറയും. ടാക്സ് ഇവേർഷൻ, ഈ ടാക്സ് അടയ്ക്കാതിരിക്കുക മീൻസ് കള്ളപ്പണം, ബ്ലാക്ക് മണി, അത് കുറയ്ക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്തു, ഈ ഡീമോണിറ്റൈസേഷൻ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. അതുപോലെ തന്നെ ബാങ്കിങ് സെക്ടർ എന്ത് ചെയ്തു, ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തു. എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് പ്രധാനമന്ത്രി ജനധൻ യോജനയിലൂടെ എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, എല്ലാ ഓൺലൈൻ ട്രാൻസാക്ഷൻസ് ആക്കി, മീൻസ് ബാങ്ക് വഴിയുള്ള ട്രാൻസാക്ഷൻസ് ആക്കി. അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റി, എല്ലാവരുടെ കയ്യിലുള്ള സേവിങ്സ് ബാങ്കിന് മൊബൈലൈസ് ചെയ്യാൻ പറ്റി. അങ്ങനെ ബാങ്കിൽ ഫണ്ട് കൂടി. അതുപോലെ ടാക്സ് ഇവേഷൻസ് നമുക്ക് മീൻസ് ടാക്സ് വെട്ടിപ്പ് കുറയ്ക്കാൻ പറ്റി. അതുപോലെ ഈ കള്ളപ്പണം ഇല്ലടെ ബ്ലാക്ക് മണീസും അതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് നോട്ടുകളൊക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് മാക്സിമം പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റി. ഈ ഫണ്ട് ഉപയോഗിച്ച് ഇവർ ടെററിസം പോലുള്ള ആക്ടിവിറ്റീസിന് യൂസ് ചെയ്യുമായിരുന്നു, അതൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റി. അതൊക്കെ എന്താണ്, ഡീമോണിറ്റൈസേഷൻ്റെ അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഇന്ത്യയിലെ ഡീമോണിറ്റൈസ് ചെയ്ത ആ ഒരു പ്രോസസ്സിങ്, അതിൽ ഗവൺമെൻറ്റിന് ഒരുപാട് പാളിച്ചകൾ പറ്റിയിട്ടുണ്ട്. അല്ലാതെ ഡീമോണിറ്റൈസേഷൻ കൊണ്ടുണ്ടായ ഇഷ്യൂസ് അല്ല, അവർ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാത്തത് കൊണ്ടുവന്നുള്ള ഇഷ്യൂസാണ് ഇന്ത്യൻ ഗവൺമെൻറ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ ഇന്ത്യയിൽ ഈ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ഏകദേശം കഴിഞ്ഞ ഈ നരേന്ദ്രമോദി BJP ഗവൺമെൻറ്റിൻ്റെ ഇമ്പാക്റ്റ് എന്ന് ഉദ്ദേശിച്ച് ഇവർ GST ഇംപ്ലിമെൻറ്റ് ചെയ്തു. അത് ഏറ്റവും വലിയൊരു കാര്യമാണ് GST. ഇപ്പോൾ ഷോർട്ട് റൺ പീരീഡിൽ ഗവൺമെൻറ്റിന് എന്താണ്, ഇപ്പോൾ ഇൻഡസ്ട്രീസിനും എക്കോണമിയിലും കുറച്ച് ക്രൈസിസ് ഉണ്ടായാലും ലോങ് റൺ പീരീഡിൽ GST എന്ന് പറയുന്ന ഒരു വളരെ അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് GST എന്ന് പറഞ്ഞാൽ, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, സിംഗിൾ ടാക്സ് സിസ്റ്റം എന്ന് പറയുന്നത് വളരെ അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഷോർട്ട് ടൈം പീരീഡിൽ ഇപ്പോൾ നമ്മൾ എന്ത് കാര്യം ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ട് ഇഷ്യൂസൊക്കെ ഉണ്ടാവത്തില്ല. പക്ഷേ ലോങ് റണ്ണിൽ നോക്കുവാണെങ്കിൽ എന്തായിരിക്കും, GST എന്ന് പറയുന്ന ഒരു ബെനിഫിറ്റ് ഉള്ള കാര്യമാണ്. അതുപോലെ പ്രൈവറ്റൈസേഷനിൽ ഒരുപാട് നെഗറ്റീവ്സും ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് പോസിറ്റീവ്സും ഉണ്ട്. മെയിൻ പോസിറ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, പബ്ലിക്കിൻ്റെ കയ്യിൽ ഇപ്പോൾ അദാനി അംബാനി ഗ്രൂപ്പ് അതുപോലെ ആൾക്കാരെ മൾട്ടിനാഷണൽ കമ്പനീസും അവരുടെ കയ്യിലൊക്കെ ഒരുപാട് ഫണ്ടുണ്ട്. ആ ഫണ്ട് നമുക്ക് മൊബിലൈസ് ചെയ്യാൻ പറ്റും. ആ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് നമ്മുടെ ബിസിനസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പ്രൈവറ്റൈസേഷനും അതുപോലെ നല്ലൊരു കാര്യമാണ്. അതൊക്കെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ 1991 അല്ല, ഈ 2010 ശേഷം, അതായത് ഇപ്പോൾ 2020ക്കും ഈ 2019-18 ഈ ഒരു 3-4 വർഷത്തിനകത്ത് നടന്നിട്ടുള്ള ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്കണോമിക് ഇവൻറ്റുകളാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഓൾറെഡി 1991 ഇവൻറ്റുകളൊക്കെ എല്ലാവരും പഠിക്കുന്നതാണ്. അതൊക്കെ ഞാൻ സഹിതം പഠിച്ചു തുടങ്ങിയ സമയത്തേ പഠിച്ചു വന്നിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ നിങ്ങൾ ഇതിനെക്കാട്ടി കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഈ കഴിഞ്ഞ 5 വർഷം ഉണ്ടായിട്ടുള്ള എക്കണോമിക് ഇമ്പാക്റ്റുകളാണ്. അതായത് GST, ഡീമോണിറ്റൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഇതുപോലുള്ള കാര്യങ്ങൾ, കറണ്ട് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കുറച്ച് അപ്ഡേറ്റഡ് ആയിരിക്കണം. അതിനുവേണ്ടി ഇപ്പോൾ വെറുതെ വീട്ടിലിരിക്കുന്ന സമയത്ത് ഒരു അരമണിക്കൂറെങ്കിലും പത്രം വായിക്കുക. പത്രത്തിൽ ഫിനാൻഷ്യൽ പേജുകളുണ്ട്, ഈ സാമ്പത്തിക വാണിജ്യ പേജുകളൊക്കെ ഉണ്ടാവും. അതിനകത്തൊക്കെ ഓരോ എക്സ്പെർട്ടുകളും വന്നിട്ട് എന്ത് ചെയ്യാറുണ്ട്, കാര്യങ്ങൾ എഴുതാറുണ്ട്. അതുപോലെ TV-യിൽ ന്യൂസ് വല്ലപ്പോഴും ശ്രദ്ധിക്കുക. ഇതുപോലെ എക്കണോമിക് ന്യൂസുകളൊക്കെ അത് നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ് ചെയ്യും. അല്ലാതെ ഞാൻ ടെക്സ്റ്റ് ബുക്കിലുള്ള പല കാര്യങ്ങളും 1991 കേസുകളൊക്കെ ഞാൻ പഠിക്കുമ്പോഴേ ഉള്ള കാര്യങ്ങളാണ്. നിങ്ങളെ സംബന്ധിച്ചുള്ള ഈ ലേറ്റസ്റ്റ് കാര്യങ്ങൾ നോക്കുക. ഈ ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് ഞാൻ നോട്ട്
പ്രിന്റഡ് നോട്ട് കൊടുത്തിട്ടുണ്ട്. ആ നോട്ട് നിങ്ങൾ വായിക്കുക, പഠിക്കുക. അതിനുശേഷം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇനി നേരിൽ കാണുന്ന സമയം നമുക്ക് പരിഹരിക്കാവുന്നതാണ്. ആ ചാപ്റ്ററിലെ എന്ത് ഡൗട്ട്സും കറണ്ട് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സ് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അതായത് ന്യൂ എക്കണോമി പോളിസി ലേറ്റസ്റ്റ് ഇപ്പോൾ 2020 റിവേഴ്സ് ഒരു 5 വർഷം 2015 മുതൽ 2020 വരെ ഉണ്ട് എക്കണോമി പോളിസിയെക്കുറിച്ചും കാര്യങ്ങൾ നിങ്ങൾ കാര്യമായി ഒന്ന് വീക്ഷിക്കുക. അതിൽ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും വന്ന് ചോദിക്കുക. ഓക്കെ, ഈ ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു.